അയ്യാ വണക്കം. നിങ്ങൾ ആരെങ്കിലും സ്വന്തം മൂട്ടിലോട്ട് വെടിവെക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മനുഷ്യൻ? ഇതൊക്കെ നമ്മൾ പഴയ പഴയ ബാലരമകളിലും ബാലഭൂമികളിലും മാത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ കഥ തന്നെ നമുക്ക് ബാലരമയിലും ബാലഭൂമിയിലുമൊക്കെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ വായിക്കാനായിട്ട് ഇവിടെയുള്ള സാംസ്കാരിക കേരളം തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല പല ഗുണപാഠങ്ങളും നമുക്ക് പകർന്നു തരാനും അതുവഴി ജീവിതത്തിൻ്റെ, അതായത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ എന്ത് ചെയ്യാനുമാണ്, പല പല കാര്യങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുമാണ്, ഒരു സ്ഥലത്തും വീഴ്ച പറ്റാതിരിക്കാനുമാണ്. പക്ഷേ ബാലരമയും ബാലഭൂമിയൊന്നും വായിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, സ്വന്തം മൂട്ടിലേക്ക് വെടിവെക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആ ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ഇപ്പോൾ പട്ടായയിലെ ഏതോ ബീച്ചിലൂടെ പാര അലയുകയാണ്. കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി നടക്കും എന്ന് പറഞ്ഞ പരീക്കുട്ടിയെപ്പോലെ നമ്മുടെ രാഗ ഇപ്പോൾ എവിടെയാണോ എന്തോ ആർക്കും അറിഞ്ഞുകൂടാ. മാധ്യമങ്ങൾ ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, രാഗ പ്രതികരിച്ചു, രാഗ അങ്ങനെ പറഞ്ഞു, രാഗ ഇങ്ങനെ പറഞ്ഞു, രാഗ എവിടെയടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ മറ്റേ ഒരു വേട്ടാവളിയുണ്ടല്ലോ, മറ്റേ പേര് മറന്നു, ദീപാങ്കർ ഭട്ടാചാര്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള വലിയ പുള്ളിയാണ്. പശുത്തൊഴുത്താണ് ഇപ്പോൾ പാർട്ടി ആഫീസായിട്ട് ഇട്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇടതുപക്ഷമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇടതുകക്ഷം ഹൃദയകക്ഷം. അതുകൊണ്ട് ഈ ഹൃദയകക്ഷത്തിലെ ആ ദീപാങ്കർ ഭട്ടാചാര്യ ഒരു മുട്ടക്കാട്ടം പോസ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്തെത്തി. എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണല്ലോ ഇവിടെയുള്ള സുഡാപ്പി ചാനൽ അടക്കമുള്ളവന്മാർ, ഇവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള വേട്ടാവളിയന്മാർ. എനിക്ക് അന്നേ അറിയാമല്ല, സുജിംസ് എന്ന് പറയുന്നവ ഇത് ആധികാരികമായിട്ട് തള്ളുമ്പം പൊളിഞ്ഞ് പണ്ടാരം തുടങ്ങി പോകത്തേ ഉള്ളൂ. എന്തായിരുന്നാലും ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം കൂടെ അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ബീഹാറിൽ 3 ലക്ഷം വോട്ടുകൾ എന്തായി കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് 3 ലക്ഷം വോട്ടുകൾ കൂടുതൽ ഇവിടെ പോൾ ചെയ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു ലിസ്റ്റിൽ ഏകദേശം ഇത്ര ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു 7,27,00,000 അങ്ങനെ എന്തോ ആൾക്കാരെന്തോ ഉണ്ട്, അല്ലെങ്കിൽ 7,42,00,000. എന്നാൽ പോൾ ചെയ്ത ആൾക്കാരുടെ കണക്കെടുത്തപ്പോൾ 7,45,00,000. ഈ 7,42,00,000 നിന്നും 7,45,00,000 വരുമ്പോൾ ഈ 3 ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു? ഇതാണ് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായിട്ട് തള്ളി മറിയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കും കാര്യങ്ങളും എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ജഗതി പറയുന്നത് പോലെ, എടാ മണ്ടന്മാരെ, നീയൊക്കെ എന്നെ കൂടുതൽ ഇവിടെ മണ്ടനാക്കല്ലടാ എന്നാണ് ഇപ്പോൾ ഇവന്മാരോടൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്ര കാലമായിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തുന്നു, നിങ്ങൾക്ക് എന്താണ് ഒരു ഇലക്ഷൻ എന്നോ? ആ ഇലക്ഷനിൽ എങ്ങനെയാണ് ബൂത്ത് ഏജൻറ്റ് തലം മുതൽ, അല്ലെങ്കിൽ ബൂത്ത് ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നത്, ഈ പ്രക്രിയ, അതായത് വോട്ട് ചേർക്കൽ പ്രക്രിയ ഈ നടക്കുന്നതെന്നും അവിടെ എങ്ങനെയാണ് പാർട്ടികളുടെ അണികൾ, ഈ ബൂത്ത് ഏജൻറ്റുകൾ BLOമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ 3 ലക്ഷം എവിടെ നിന്നാണ് വന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. 7.42 കോടി ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? 7.42 കോടി ആൾക്കാരുണ്ട് ഇവിടെ വോട്ട് ചെയ്യാനെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. എന്നാൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് വോട്ട് എണ്ണിയപ്പോൾ 7.45 കോടിയായി. ഇതാണ് കോൺഗ്രസ് വലിയ ആരോപണമായിട്ടും ഈ ഇടതുപക്ഷമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. എന്നാൽ അവർ പറയുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രത്യേക SIRന് ശേഷം തയ്യാറാക്കിയ സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് 7.42 കോടി വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. സെപ്റ്റംബർ 30 ഈ പട്ടിക പരമ്പരാഗതമായി ഏതൊരു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അടിസ്ഥാന വോട്ടർ ഡാറ്റയായി കണക്കാക്കപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ പ്രകാരം യോഗ്യരായ പൗരന്മാർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലേക്കും നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് 10 ദിവസം മുമ്പ് വരെ എൻറോൾമെൻറ്റിന് അപേക്ഷിക്കാമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ വ്യവസ്ഥ ലഭ്യമാണ്. ഇത് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അനുവദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, 7.42 കോടി ആൾക്കാർ ഇപ്പം മൊത്തത്തിൽ ഇവിടെ വോട്ടർമാരായിട്ടുണ്ട് എന്ന്. പക്ഷേ നമ്മുടെ നിയമപ്രകാരം നാമനിർദ്ദേശം നൽകുന്ന അവസാന തീയതിക്ക് മുമ്പ് വരെ എന്ത് ചെയ്യാം?
എൻറോൾമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ സെപ്റ്റംബർ 30 ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് പുറത്തുവിട്ടത്. 7.42 കോടി ആൾക്കാരുണ്ടെന്ന്. അതിനുശേഷവും ആൾക്കാർ വോട്ട് ചേർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വോട്ട് ചേർക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. വേറൊരു ഉദാഹരണം, നമ്മുടെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് ഏകദേശം 2.82 കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യാനുള്ളത് എന്ന് കഴിഞ്ഞ മാസമേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്. അത് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇനി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഈ 2.82 2.85 ആയി കഴിഞ്ഞാൽ ഈ 3 ലക്ഷം വോട്ട് എവിടെ നിന്ന് വന്നെന്ന് ഇവിടെ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ളവർക്ക് കൃത്യമായിട്ടറിയാം ഇലക്ഷൻ കമ്മീഷൻ അന്ന് വിട്ടത് എന്താണ്, അടിസ്ഥാനപരമായിട്ട് ഒരു സംഭവം ഇത്ര വോട്ടർമാരുണ്ട്, അതിനുശേഷവും ഇവിടെ വോട്ട് ചേർക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അതിനുശേഷം വോട്ട് ചേർത്ത ആൾക്കാരുടെ കണക്കാണ് അതിനുശേഷം വരുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ തിരിച്ചടി. ഇനി രണ്ടാമത്തെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതൊരു ഭയാനകരമായിട്ടുള്ള തിരിച്ചടിയാണ്. അതായത് കർണാടകയിൽ ഇത് ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നു. നമ്മുടെ രാഗ പറഞ്ഞത് സത്യമായില്ലേ? എവിടെയാണ് ഈ അറസ്റ്റ് നടന്നത്? വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടന്നത്. 6000 വോട്ട് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയ ബാപ്പി ആദ്യ അങ്ങനെ ഒരു സ്വദേശി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്നറിയാമോ? അലന്ത് മണ്ഡലം. രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ ക്ലിയറാണ്. അതായത് അലന്ത് മണ്ഡലത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി. ഈ അലന്ത് മണ്ഡലം എന്ന് പറയുന്ന ഈ മണ്ഡലം ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ അലന്ത് മണ്ഡലം വരുന്നത് കൽബുർഗി ഡിസ്ട്രിക്റ്റിലാണ്. ഈ കൽബുർഗി ഡിസ്ട്രിക്റ്റിലെ അലന്ത് മണ്ഡലത്തിൽ വോട്ട് ജോലി നടത്തി BJP ജയിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ജയിച്ചത് കോൺഗ്രസ്സാണ്. എങ്ങനെയിരിക്കുന്നു? കോൺഗ്രസിൻ്റെ BR പാർട്ടിയിലാണ് അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ BR പാർട്ടിയിൽ 89,508 വോട്ടിനാണ് അവിടെ നിന്നും തൂത്തുവാരി ജയിച്ചിരിക്കുന്നത്. 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇനി ആ സീറ്റ് 2018 BJPയുടെ കയ്യിലായിരുന്നു. BJPയുടെ സുഭാഷ് ഗുട്ടേഡാറാണ് അവിടെ എന്ത് ചെയ്തിരുന്നത്, മത്സരിച്ച് ജയിച്ചത്. അന്ന് BR പാർട്ടിയിൽ 2ാം സ്ഥാനത്തായിരുന്നു. വെറും 647 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് BR പാർട്ടിയിൽ തോറ്റത്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ജോലി നടത്തി എന്ന് പറയുന്ന ഈ സമയത്ത് അവിടെ കോൺഗ്രസ്സാണ് ജയിച്ചത്. ഇലക്ഷൻ വയ്ക്കണ്ടേ? രാജിവെപ്പിക്കണ്ടേ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ? ഇപ്പോൾ MLA ആണ് പുള്ളിക്കാരൻ, രാജിവെപ്പിക്കണ്ടേ? ഇനി അതും പോട്ട്. ഇവിടെ തന്നെ ബിഡാർ എന്ന് പറഞ്ഞ വേറൊരു മണ്ഡലമുണ്ട്, ബിഡാർ മണ്ഡലം. ആ ബിഡാർ മണ്ഡലത്തിൽ അത് ലോക്സഭാ മണ്ഡലമാണ്. ഇനി നിയമസഭയല്ല, ഞാൻ ലോക്സഭയാണ് പറഞ്ഞതെന്ന് പറയുന്നതെങ്കിൽ ഈ ബിഡാർ മണ്ഡലത്തിൽ ഇത്തവണ ജയിച്ചിരിക്കുന്ന ആരാണ്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാഗർ ഈശ്വർ ഖന്ദ്രെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ 6,66,317 വോട്ടിനാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. തൊട്ടു പിറകെ വന്ന BJPയുടെ സ്ഥാനാർത്ഥി ഭഗവന്ത് ഖൂബയ്ക്ക് 5,37,442 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഏകദേശം 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് BJPയുടെ കയ്യിൽ നിന്നാണ്. 2019 BJPയുടെ ഭഗവന്ത് ഖൂബയായിരുന്നു അവിടെ ജയിച്ചിരുന്നത്. അതിൽ നിന്നും ഇത്തവണ കോൺഗ്രസ് ഈ ലോക്സഭാ മണ്ഡലവും പിടിച്ചെടുത്തു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ? അതാണ് പറഞ്ഞത്. ഈ മണ്ഡലങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് ജോലി നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അവിടെയെല്ലാം BJP ജയിച്ചിരുന്ന മണ്ഡലമാണ്, അവിടെയെല്ലാം കോൺഗ്രസ് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ചീറ്റി പണ്ടാരം ഉടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിനെക്കാട്ടിലും ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇന്ന് മനോരമ പുറത്തു വിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചാൽ ചിരിച്ച് ചാവുക. ഇതാണ് ആ റിപ്പോർട്ട്. ഒന്ന് വലുതാക്കി കാണിച്ചു. ഇതാണ് ആ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ദാണ്ട ഈ അടിവര ഇട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ അടിവര ഇട്ടിരിക്കുന്ന ഭാഗം നമ്മൾ എടുത്തു വായിക്കണം. ലാലു ഭരിക്കുമ്പോൾ ജംഗിൾ രാജ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ചില മലയാള മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ തനിച്ചു പോകാൻ ധൈര്യമില്ലാത്തതിനാൽ സംഘമായിട്ടായിരുന്നു യാത്ര. സംഘം പൂർണിയയിലെ ലോഡ്ജിൽ രാത്രി തങ്ങിയപ്പോൾ അർദ്ധരാത്രി തോക്കുധാരികളായിട്ടുള്ള കവർച്ച സംഘം മുറിക്കകത്ത് കയറി. പെട്ടികളും ബാഗുകളും പേഴ്സുകളും ഒക്കെ കയ്യോടെ പൊക്കി. ഉടനെ പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കാനുള്ള പണിയും കൊടുത്തു. അടിവസ്ത്രമൊഴികെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങിക്കൊണ്ടുപോയി. നേരം വെളുത്ത് ധൈര്യം വന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകർ കിടക്കവരി ഉടുത്ത് റിസപ്ഷനിൽ ചെന്ന് കഥ അറിയിച്ചത്. എങ്ങനെയിരിക്കുന്നു? ഈ മാധ്യമങ്ങളാണ് ഇപ്പോൾ അവിടെ ചെന്നുകൊണ്ട് ലല്ലു പ്രസാദ് യാദവിന് ജയ് വിളിക്കുന്നത്. അതായത് ഷഡ്ഡിയിൽ നിർത്തി ലല്ലു പ്രസാദ് യാദവ്. ഇതാണ് ജംഗിൾ രാജ്. രാത്രി ലോഡ്ജിൽ മുറിയെടുത്തതാണ്. അവിടെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ് സൊനത്താൻ പോയത്. ലോഡ്ജിൽ മുറിയെടുത്തപ്പോൾ കള്ളന്മാർ വന്ന് സകലതും അടിച്ചുകൊണ്ട് പോയി, ഷഡ്ഡിയിൽ നിർത്തി. എന്നിട്ട് രാവിലെ
എന്താണ് അവിടെ കിടക്കുന്ന ബെഡ്ഷീറ്റ് കൊടുത്തുകൊണ്ട് നടു റോഡിലൂടെ തുണിയില്ലാതെ നടന്നുകൊണ്ടാണ് അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തത്. പോലീസുകാർ ഇനി വേഷ കൊടുത്താൽ എന്തോ അറിഞ്ഞുകൂടാ. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ വിനു നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ വലിയ വീഴ്ച തന്നെയാണ്. അഴിമതി എന്ന് പറയുന്നത് ഘോരഘോരമായി നിൽക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾ പോലും ലല്ലു പ്രസാദിനാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ വച്ച് കീച്ചയാണ്. എങ്ങനെ ഇരിക്കുന്നു? അതിഭീകരമായിട്ട് വച്ച് കീച്ചയാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറമുണ്ട്. ഇത് ജംഗിൾ രാജിൻ്റെ ഒരു ചെറിയ മാധ്യമപ്രവർത്തകരോട് കാണിച്ച ചെറിയൊരു ഏട് മാത്രം. അന്ന് ഇവിടെ ആരും പന്തം കൊളുത്തി തെരുവിൽ ഇറങ്ങിയില്ല. ഇത് വല്ല ഉത്തർപ്രദേശിലും വല്ല ഇപ്പോൾ ആയിരിക്കണമായിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു തന്നെ ഇവിടെ കിടന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത്. ചെറുത് ഇതൊക്കെ ചെറുത്. ഇപ്പോൾ അവിടെ ചെന്ന് കിടന്ന് ഓടി നടന്ന് ഗ്രാമങ്ങൾ വേണോ, നഗരങ്ങൾ വേണോ, പുഴ വേണോ, കടൽ വേണോ, എവിടെ വേണമെങ്കിലും ഊളിയിട്ടിറങ്ങി റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എന്നിട്ടും മാധ്യമ ഇൻഡെക്സിൽ ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ ഇങ്ങനെ താഴെയാണ്, നമ്പർ 1 പാകിസ്ഥാൻ. അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ശരി.